സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അധ്യായം 53 വാക്യം 6. നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു. നാം ഓരോരുത്തരും താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 അധ്യായം 6 വാക്യത്തിൽ യേശുനാഥൻ ക്രൂശന്മേൽ മരിക്കുവാനുള്ള കാരണമാണ് എഴുതിയിരിക്കുന്നത്. നോമ്പ് കാല ചിന്തകളിൽ ഈ തിരുവചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ഏകദേശം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗത്തിലെ ദൈവം, അഥവാ പിതാവായ ദൈവം, യഹോവയായ ദൈവം, അവിടുത്തെ ഏകജാതനായ പുത്രനെ മനുഷ്യരൂപത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചു. 33 വർഷത്തിലധികം ഒരു മനുഷ്യപുത്രനായി ദൈവപുത്രൻ ഈ ഭൂമിയിൽ വസിച്ചു. ഒടുവിൽ സകല മാനവജാതിയുടെയും പാപത്തിൻ്റെ ഭാണ്ഡം സ്വർഗത്തിലെ ദൈവം ദൈവപുത്രന്മേൽ ചുമത്തിക്കൊണ്ട് ക്രൂശ് മരണത്തിനായി വിട്ടുകൊടുത്തു. മാനവരാശിയെ രക്ഷിക്കുവാൻ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. ദൈവത്തിൻ്റെ നീതിയാണ് പാപത്തിൻ്റെ ശമ്പളമായി മരണമെന്ന ആ സ്വർഗത്തിലെ കോടതിയുടെ നീതിന്യായ വ്യവസ്ഥ പാലിപ്പിക്കപ്പെടുന്നത്, അഥവാ അത് യാഥാർത്ഥ്യമാക്കി തീർക്കുന്നത്. സ്വർഗത്തിലെ ദൈവത്തിന് ഒരിക്കലും നീതി നടപ്പാക്കാതിരിക്കുവാൻ സാധ്യമല്ല. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കോടതിയുടെ നിയമമാണ് പാപത്തിൻ്റെ ശമ്പളം മരണം എന്നുള്ളത്. എല്ലാവരും, അഥവാ ഈ ലോകത്തിലെ മുഴുവൻ പ്രപഞ്ചത്തിലെ സകലജാതി ജനങ്ങളും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തിയെന്ന് തിരുവചനം ഉദ്ഘോഷിക്കുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും അകൃത്യങ്ങൾക്ക് വേണ്ടി, എല്ലാവരുടെയും പാപങ്ങൾക്ക് വേണ്ടി, എല്ലാവരുടെയും രക്ഷയ്ക്ക് വേണ്ടി, എല്ലാവരെയും നിത്യജീവനിലേക്ക്, അഥവാ നിത്യ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുവാൻ ദൈവത്തിന് ഇടപെടേണ്ടി വന്നു. കാരണം അതിക്രമങ്ങൾക്ക് പരിഹാരം വന്നേ മതിയാവും. പാപത്തിന് ഒരു പരിഹാര ബലി അർപ്പിച്ചേ മതിയാവും. അതുകൊണ്ട് ദൈവം തന്നെ ഇതാ അവിടുത്തെ ഏകജാതനായ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയും ആ ദൈവപുത്രൻ നമുക്ക് വേണ്ടി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ക്രൂശന്മേൽ ബലിയാഗമായി തീരുകയും ചെയ്യുന്നു. അതിലൂടെ മുഴുവൻ മാനവജാതിക്കും പാപത്തിൻ്റെ കടം ഇളച്ചു കിട്ടുന്നു. അങ്ങനെ മാനവന്, അഥവാ മനുഷ്യ മക്കൾക്ക് സ്വർഗരാജ്യം യാഥാർത്ഥ്യമായി തീരുന്നു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി ദൈവം അവിടുത്തെ പുത്രനെ
ക്രൂശിലേറ്റുവാൻ, അഥവാ ക്രൂശ് മരണം വഴി നമ്മെ രക്ഷിക്കുവാൻ തീരുമാനിച്ചതിന് നമുക്ക് നന്ദി അർപ്പിക്കാം. അതുകൊണ്ടാണ് നാം രക്ഷ പ്രാപിച്ചത്. ആമേൻ, ആമേൻ. കർത്തൃകാഹളം യുഗാന്ത്യകാലത്തിൽ ധ്വനിക്കുമ്പോൾ നിത്യമാം പ്രഭാത ശോഭിതത്തിനാൾ